ഇന്നലെ വന്നിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കി. എന്നോട് പറഞ്ഞ് കാശില്ല നിൻ്റെ ഭാര്യനെ തിന്നതെന്ന്. അവിടെ നിന്ന് കത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കിൽ നിന്ന് 4 വെട്ട്. അത് നോക്കുമ്പോൾ കാണുന്ന ഈ സെപ്റ്റി ടാങ്കാണ്. എൻ്റെ അകത്തേക്ക് തള്ളിയിട്ട് ഈ സാധനം എടുത്ത് വെച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മൾ കൈ ഇങ്ങനെ പൊക്കി വെക്കില്ലേ, ഒരു വെളുത്ത എല്ലിൻ കഷ്ണം ഇങ്ങനെ ഇരിക്കുക. അപ്പം എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഇങ്ങനെ കരഞ്ഞു. പല പ്രാവശ്യം അവൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയിട്ടുണ്ട്, പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുമോ, പറഞ്ഞാൽ സമാധാനം കിട്ടുമോ. സാർ ഇന്നെനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്, ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. സാർ, ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ച് ഉത്തരം കിട്ടാതെ പലപ്പോഴും അത് അവസാനിപ്പിച്ചു എന്ന് കരുതുന്ന കേസുകളാണ് ഈ മറ്റുള്ള ഏജൻസികൾ അല്ലെങ്കിൽ പോലീസിൻ്റെ തന്നെ ഭാഗമാണ് ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഇതിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ തൃശ്ശൂരിലൊരു യുവാവിൻ്റെ തിരോധാനം 5 വർഷങ്ങൾക്ക് ശേഷം ഒരു കൊലപാതകമാകുന്നു, പിന്നീട് അതിലെ പ്രതിയിലേക്ക് എത്തുന്നു. ആ ഒരു കേസന്വേഷണത്തിൽ സാറായിരുന്നു ആ കേസന്വേഷണം നടത്തുക. അതെ, അതൊരു സജി ജോണ് മണ്ണൂത്തിക്കാരനാണ്. മണ്ണൂത്തി സ്റ്റേഷൻ പരിധിയിലുള്ള ഉല്ലൂക്കര എന്ന സ്ഥലത്ത് ആണ് ശ്രീകൃഷ്ണ നഗർ, അവിടെയാണ് ആൾ താമസിച്ചിരുന്നത്. ഭാര്യയും പുഷ്പ, 3 കുട്ടികളാണ്. അപ്പം 3 മക്കൾ, 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച 2010 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഞായറാഴ്ച ഈ കുട്ടികൾ ഞായറാഴ്ച അവർക്ക് ഈ പൊറോട്ട അതുപോലെ തന്നെ ബീഫ് വേണം. പെൺകുട്ടികളാണ്, അച്ഛനോടാ പറയുക. അപ്പോൾ ആൾ വാങ്ങിച്ചു കൊടുക്കും എല്ലാ ഞായറാഴ്ചയാണല്ലോ എല്ലാവരും ഒന്നിച്ച് വീട്ടിലുണ്ടാകും. അപ്പോൾ ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം വീട്ടിൽ നിന്ന് വൈകുന്നേരം 2 കോളാണുള്ളത്. ഒന്ന് ഈ ഒരു തട്ടുകടക്കാരനെ ഫോൺ ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് വേറൊരു വർക്ക്ഷോപ്പുകാരനെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ സുഹൃത്താണ്. അപ്പോൾ ഇയാൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ വരാം, ഫുഡ് റെഡിയാക്കി വെച്ചോളം പറയുന്നു. ആൾ പിന്നെ വീട്ടിലേക്ക് എത്തുന്നില്ല. രാത്രി 7 മണിയായി, 8 മണിയായി. വീട്ടുകാർ, കുട്ടികൾ ഇപ്പം അച്ഛൻ വരുമെന്നിങ്ങനെ കാത്തിരിക്കുന്നു. പക്ഷേ ഭാര്യ വിളിച്ച് നോക്കുന്നു, കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ്. ഭാര്യ ടെൻഷനായി. ഭാര്യ പിന്നെ നേരെ, അന്ന് മഴയുണ്ട്, നല്ല മഴയുണ്ട്. ഇയാളൊരു ആത്മസുഹൃത്തുണ്ട്, ദിലീപിനെ വിളിച്ചു. ദിലീപിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു, ആൾ പോയെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെത്തും, വൈകിയാണെങ്കിലും എത്തും, വേറെ ഏതെങ്കിലും വഴിയിലേക്ക് പോയതാണെന്ന് കരുതി. അങ്ങനെ മിസ്സായതിന് മണ്ണൂത്തി സ്റ്റേഷനിലൊരു കേസെടുത്തു. മാൻ മിസ്സിങ്, അങ്ങനെയാണ് എഫ്ഐആർ ഇടുക. അതിന് കേസെടുത്തു. കേസ് അന്വേഷണം 1, 2, 3 ദിവസമൊക്കെ അന്വേഷിച്ചു. എവിടെയെങ്കിലും വരുമെന്ന് കരുതി. ആളുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ ശക്തൻ മാർക്കറ്റ്, തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നതാണ്. മാർക്കറ്റിലും മത്സ്യ മാർക്കറ്റിലൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയോളം ഫീൽഡിലുണ്ട്. അപ്പോൾ ശത്രുക്കളുണ്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും പൈസ ഫീൽഡിലുണ്ട്. അതുകൂടാതെ പുള്ളി ഈ പഴയ സ്വർണം വാങ്ങിച്ചിട്ട് വിൽക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടൊരാൾ, ഇത്രയും ഫണ്ട് ഫീൽഡിലുള്ള ഒരാൾ മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഡെയിലി കളക്ഷൻ ഉണ്ട്, പിന്നെ വീക്കിലി കളക്ഷനുണ്ട്, മന്ത്ലി കളക്ഷനുണ്ട്. അപ്പോൾ അത് ആൾ തന്നെ വേണം, വേറെ ആരും ഒന്നുമില്ല. അയച്ച് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതെ, വേറെ ആൾക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പോലീസിനും മനസ്സിലായി, വീട്ടുകാർക്കും അറിയാം. അപ്പോൾ എന്താണ് പറ്റിയത്, സജിക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ലോക്കൽ പോലീസ് കേസെടുത്തു. ലോക്കൽ പോലീസ് 2 വർഷം അന്വേഷിച്ചു. 2 വർഷം അന്വേഷിച്ചിട്ടും ഒന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മൊബൈൽ നഷ്ടപ്പെട്ടു. ആളുടെ ഒരു ബൈക്കിലാണ് ആൾ വന്നത്. ഈ ബൈക്ക് തൊട്ടടുത്തുള്ള, കുറച്ചങ്ങ് മാറി, തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല. ഈ സംഭവം നടക്കുന്നത് പിന്നീട് നമുക്ക് മനസ്സിലായത്, സംഭവം നടക്കുന്ന ഈസ്റ്റ് പോർട്ടിൽ കിഴക്കേക്കോട്ട അതിനടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ബാറിൽ ഈ ബൈക്ക് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ബൈക്ക്, മിസ്സായ സജി ജോണിൻ്റെ ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ലോക്കൽ പോലീസ് അന്വേഷിച്ച് 2 വർഷം കൊണ്ട് കേസ് അന്വേഷണം അവസാനിപ്പിച്ചു. 2 വർഷം അന്വേഷിച്ചു. 2 വർഷം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. കേസ് മാൻ മിസ്സിങ് മാത്രമായിരുന്നു, വേറെ ഒന്നും അറിയില്ലല്ലോ. ആൾ മിസ്സായെന്നുള്ളതാണല്ലോ. അങ്ങനെ പിന്നെ ഭാര്യ പരാതി കൊടുത്തപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വന്നു. അങ്ങനെയാണ് തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് 2012 മുതൽ തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് ആ കേസിൻ്റെ അന്വേഷണം വരുന്നു. അത് ക്രൈംബ്രാഞ്ചും തുടർന്ന് അന്വേഷിച്ച് വരികയാണ്. ഞാൻ എറണാകുളം ക്രൈംബ്രാഞ്ചിൽ നിന്ന്
തൃശ്ശൂരേക്ക്. എൻ്റെ വീട് തൃശ്ശൂരാണല്ലോ, തൃശ്ശൂരിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ എനിക്ക് ഈ ഒരു കേസ് കൂടി അവിടെ ഇങ്ങനൊരു മിസ്സിങ് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫയലുകൾ എൻ്റെ മെയിൻ പരിപാടി ഫയലുകൾ വായിക്കുക എന്നുള്ളതാണ് മെയിൻ. ഇത്രയും 5 വർഷത്തെ അന്വേഷണമല്ലേ, എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടും, എന്തെങ്കിലും കിട്ടും. നമ്മളത് നോക്കിയാൽ എന്തെങ്കിലും എങ്ങോട്ടാണ് ഇനി അന്വേഷണം പോകേണ്ടതൊരു തെളിവെന്നൊക്കെ പറയാൻ. അതെ അത് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഫയലൊക്കെ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫയൽ നന്നായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു. ഞാൻ മറ്റു ഫയൽ കാണുന്ന പോലെയല്ല ഇത്. വളരെ ഈ ഫയൽ ഒരു ജിജേഷ്, ഹരി അങ്ങനെയുള്ള പോലീസുകാരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവരെ കിട്ടിയതിന് ശേഷം നന്നായിട്ട് കുറേ ആൾക്കാരെ കണ്ടു ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയും അവർ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഞങ്ങൾ ചെയ്തത് ഈ ആൾ വിളിച്ചെന്ന് പറഞ്ഞ 2 പേരുണ്ടല്ലോ, അന്ന് ഈവനിങ് വിളിച്ച, അതിന് മുമ്പ് കുറച്ച് കോളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരൊക്കെ ഈ പലിശ കൊടുക്കുന്ന ആൾക്കാരും കാശ് വേണം. പക്ഷേ ഞായറാഴ്ച ഇങ്ങനെ ഇയാൾ സജി അങ്ങനെ പലിശ പോകാറില്ല. ആരെങ്കിലും അത്യാവശ്യക്കാർ വീട്ടിൽ വന്നാൽ കാശ് കൊടുക്കുന്നല്ലാതെ ഫീൽഡിൽ ഇറങ്ങി പോവില്ല. അല്ലെങ്കിൽ ആൾ ശക്തൻ മാർക്കറ്റിലോ അവിടെ മത്സ്യ മാർക്കറ്റിലോ ഒക്കെ ഉണ്ടാവും. തൃശ്ശൂർ ടൗൺ കേന്ദ്രീകരിച്ച് രാത്രി 8-9 മണി വരെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ 2 പേര് കോള് വൈകുന്നേരം ഒരു 5:30-6 മണിയായപ്പോഴൊക്കെ കോൾ അവസാനിച്ചിട്ടുണ്ട്. 2 കോള്, അത് കുറച്ച് നേരമേ ഉള്ളൂ. അവർ 2 പേരെയും കണ്ടു പോയിട്ട്. ഒന്ന് ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉടമ, ഈസ്റ്റ് പോർട്ടിലൊരു അമ്പക്കാടൻ റോഡിലുള്ള ഒരു ദിലീപിനെ പോയി കണ്ടു. ദിലീപിൻ്റെ കട പോയി കണ്ടു. അപ്പോൾ ദിലീപിനെ കാണണം എന്ന് ഞാൻ പറഞ്ഞു. മണ്ണൂത്തിലെ വീട്. ദിലീപ് നാട്ടിലില്ല, ഗൾഫിലാണ്. 2012 ആൾ ഗൾഫിൽ പോയെന്ന് പറഞ്ഞു. ദിലീപ് സ്ഥലത്തില്ല. പിന്നെ ഉള്ളത് ഈ തട്ടുകട. അത് മണ്ണൂത്തിലേക്ക് പോകുന്ന വഴിയാണ്, ഈസ്റ്റ് പോർട്ട് വഴി മണ്ണൂത്തിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ വഴിയൊക്കെ ഒന്ന് സഞ്ചരിച്ചു. കൃത്യമായിട്ട് എത്ര സമയമെടുക്കും ഇവിടുന്ന് അങ്ങോട്ട് എത്തിയാൽ, പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോകേണ്ട വഴി, ഇങ്ങനെ മൊത്തം നമ്മളൊന്ന് സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പോയി. ഈ സജിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ അന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴും എന്നോട് ഓരോ വാക്ക് പറയുമ്പോഴും സജിയുടെ വൈഫിൻ്റെയും മക്കളുടെയും കണ്ണീരിങ്ങനെ വീഴുകയാണ്. അവർക്ക് അറിയില്ല ഇവിടെ പോയത്. ഫുഡ് വാങ്ങിച്ച് വരാമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ വീടിനുള്ളിൽ ഞങ്ങൾ കയറിയിരുന്ന് കുറേ നേരം കുട്ടികളൊക്കെ ഇട്ടൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത്, അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു. സജിയുടെ ഭാര്യ നമ്മളോട് സഹകരിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്ന് ഇങ്ങനെ പോയതും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല ചുറ്റുപാടുണ്ട്. അവരുടെ തറവാട്ടിലെ ഭാഗം വെച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിട്ടുണ്ട്. സജിയുടെ ഒരു ബ്രദറ് പിന്നെ 22 വയസ്സുള്ളപ്പോൾ ഷാജി, അന്ന് എൻ്റെ 29 വർഷം കൊണ്ടുമായി, അയാൾ മിസ്സാ ഇതിനു മുമ്പ്. അപ്പോൾ കുടുംബത്തിൽ 2ാമത്തെ സംഭവമാണ്. അച്ഛനും അമ്മയും കാണാൻ പോയപ്പോഴാണ് അത് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഈ ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭാര്യ ഞങ്ങളോട് പറഞ്ഞു, സാർ കുറേ പൈസ ഫീൽഡിലുണ്ട്, വേറെ ആൾക്കൊന്നും കണക്കില്ല. ഇവിടെ ഒരു ഡയറി ഉണ്ട്, ആ ഡയറിയിൽ കുറച്ച് ഉള്ള കണക്കുകളാണ്, ബാക്കിയെല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. വീട്ടിൽ വന്നിരുന്ന് കുറച്ചൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങളെ അറിയാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്, ഞാൻ അന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ചെന്നിരുന്നു എന്ന് പറഞ്ഞു. പേര് ദിലീപ് എന്നാണ്. ദിലീപും കാശ് മേടിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ഇപ്പോൾ എന്തോ കുറേ പൈസയൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടൊരു കാര്യം, ദിലീപ് അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നോട് പിന്നെ പുഷ്പ എന്ന് പറയുന്ന സജിയുടെ ഭാര്യ എന്നോടൊരു കാര്യം പറഞ്ഞു, സാർ ഒരിക്കൽ ദിലീപ് എന്നോട് ചോദിച്ചു, സജിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ കാശ് മുഴുവൻ നഷ്ടപ്പെടില്ലേ എന്ന് ചോദിച്ചു. സജിക്ക് അപകടം എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഫീൽഡിലുള്ള ലക്ഷക്കണക്കിന് പൈസയല്ലേ, അതൊക്കെ നഷ്ടപ്പെടില്ലേ, ഒന്നും അറിയില്ലല്ലോ, ആർക്കും അറിയില്ലല്ലോ എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അവർ കാഷ്വലി ഇയാൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്തോ ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു ആക്സിഡൻ്റായിട്ട് താടിയെല്ലിലും കാലിലുമൊക്കെ സ്റ്റീലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇയാൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കുത്തി ഓരോ കാര്യങ്ങളിങ്ങനെ, ആരെങ്കിലും സംശയം ഉണ്ടോ പൈസ
കൊടുക്കാൻ ശത്രു ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഒരു ശത്രു ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല, ഇതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഭവം എന്ന് പറയും. ഞങ്ങൾ മനസ്സിൽ വെച്ചു ഇങ്ങനെ ഒരു ചോദ്യം എന്തിനാണ്, ചിലപ്പോൾ ചോദിക്കാമല്ലോ, വേറെ കണക്കൊന്നുമില്ലേ എന്നുള്ള തരത്തിലൊക്കെ ചോദിച്ചു. അപ്പോൾ അത് നമ്മൾ വിട്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫയൽ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലോക്കൽ പോലീസ് 2 വർഷം കൊണ്ട് അവർ അവസാനിപ്പിച്ചുകൊണ്ട് കുറേ ഏരിയ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചും എഴുത്തിൽ നല്ല മികവ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു ഫീൽഡിനെ അന്വേഷിക്കാനില്ല. പിന്നെ ഉള്ളത് ഇയാൾ ലാസ്റ്റ് കണ്ടു എന്ന് പറയുന്ന ദിലീപാണല്ലോ. ഈ ദിലീപ് കണ്ടു എന്ന് വേറൊരാളും ഈ ഫയലിൽ ഒരിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പിന്നെ ഇയാളുടെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അതാരാ കേട്ടിരിക്കുന്നത്? ഈ പിന്നെ തട്ടിടക്കാരൻ. പൊറോട്ട വേണം, ഇത്ര പൊറോട്ട വേണം, ബീഫ് വേണം, ഞാൻ വരുന്നു എന്ന് പറയുന്നത്, എടുത്തു വെച്ചോളൂ, പാഴ്സലായിക്കോളൂ എന്ന് പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ഈ 2 പേര് ഈവനിങ്ങിന് ശേഷം 4 മണിക്ക് ശേഷം സജിയെ, അതിനു മുമ്പും കേട്ടില്ല, കാരണം സജി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങി ശേഷം വരുന്നത്. അപ്പോൾ ദിലീപിനാണെങ്കിൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനായിട്ട് ദിലീപ് അവൈലബിൾ അല്ല, ആൾ സൗദിയിലാണ്, അവിടെ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഞങ്ങളിത് വായിച്ചതിന് ശേഷം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഫയൽ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരു കാര്യം കൂടി ചെയ്തിട്ട് അങ്ങ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്താ ഇത്, ആ സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് അവിടെ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു. ആ സ്ഥലത്ത് ചെന്നപ്പം അതൊരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ പഴയ വീടാണ്, ദിലീപിൻ്റെ വർക്ക്ഷോപ്പ്, പഴയൊരു വീടാണ്. ഫ്രണ്ട് മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ബാക്കിലൊരു 3-4 മീറ്റർ കഴിയുമ്പോൾ ഒരു ഓടിട്ട വീട്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ ഒരു വീട്. അതിലാണ് ഇവനെ 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്നത്. അതിൻ്റെ ബാക്കിലേക്കാണ് സ്ഥലം, ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ട്, മുഴുവൻ കാട് പിടിച്ച് കിടക്കേ, കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഇതിപ്പോൾ 5 വർഷമായല്ലോ, ഇതിനു മുമ്പ് നമ്മളിത് നോക്കിയിട്ടുണ്ടോ, ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പറഞ്ഞില്ല, ഞങ്ങളുടെ അറിവിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു നമ്മൾ ഈ കൂടുതൽ സിനിമ കാണുന്നതും പുസ്തകമൊക്കെ വായിക്കുന്നതുകൊണ്ടാണെന്ന് എൻ്റെ ഉള്ളിൽ ഉദിച്ചു വന്നത്, ഇതൊരു ബോഡി മറവിയാൻ പറ്റിയൊരു സ്ഥലമല്ലേ, ഒരു കുറ്റകൃത്യം നടന്നാൽ ഒളിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, ഇത് ഇവിടെ പരിശോധിക്കണ്ടേ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് പരിശോധിക്കണം. അപ്പോൾ ഈ സ്ഥലം ആരുടെയാണ്, ഇതിൻ്റെ ഓണർ ആരാണ്, അവരൊന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓണറെ അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ സ്ഥലത്തിൽ കേസാണ്. അവർ തമ്മിൽ ഈ ഭയങ്കര വിലയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു 35-40 ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവർ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ അത് ഭാഗം വെക്കലുമായിട്ടുള്ള തർക്കമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ഞങ്ങളവിടെ ഒരു ശങ്കുലായി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ കോടതിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാരന് അയാൾക്ക് സമ്മതം തരാൻ ബുദ്ധിമുട്ട്, അറിയില്ല ഇനി മറ്റൊരു കോടതി കേസും സംഭവങ്ങളുണ്ട്, ഇനി ഇവർ പോയിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റം വരുത്തി എന്നുള്ള. ഞാൻ പറഞ്ഞു, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ വക്കീലിനെ വെച്ചിട്ട് ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞങ്ങളത് വീഡിയോയും എല്ലാം എടുത്തിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ JCB വിളിച്ചു. ഒരു JCB വന്നിട്ട് ഞാൻ പറഞ്ഞൊരു, അയാളെ ഒന്ന് ബ്രീഫ് ചെയ്തു, ഒരു 5 അടി താഴ്ചയിൽ നിങ്ങളിത് മണ്ണ് ഇളക്കി എന്നാൽ കൃത്യമായിട്ട് ഒരിടത്തും നമുക്ക് പിന്നെ തോന്നരുത്, കൃത്യമായിട്ടത് ചെയ്യാൻ പറഞ്ഞ്. തെങ്ങിന് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ ചെടികളൊക്കെ എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2 ദിവസം കൊണ്ട് അവർ നല്ല ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തു. നമ്മൾ ചെയ്ത പോലും തോന്നില്ല, അങ്ങനെ തന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 കാര്യം മനസ്സിലായി. ഒന്ന്, ഇതിൻ്റെ ഉള്ളിൽ 2 സെപ്റ്റിക് ടാങ്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൻ്റെ ഉള്ളിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പരിശോധന നടത്തിയതിൽ ഈ തറയ്ക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല, അത് ഇൻടാക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നു. പണ്ടത്തെ തറയാണ്, ഒരിടത്തും പൊട്ടിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നു, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. പുറത്ത് 2 സെപ്റ്റിക് ടാങ്ക് ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ മണ്ണ് ഇത്രയും 5 അടി താഴ്ച നോക്കി, സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ സെപ്റ്റിക് ടാങ്ക് കൂടി എന്തായാലും നോക്കണ്ടേ, അപ്പോൾ അത് നോക്കണം. അപ്പോൾ അവിടെ ഈ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റൊക്കെ എടുക്കുന്നൊരു ടീം ചാലക്കുടിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഒരെണ്ണം നോക്കണമെങ്കിൽ 5000 രൂപ, അവരുടെ ഒരു കൂലിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ 2 എണ്ണം ഉണ്ട്, അത് ഒന്ന് നോക്കണം. അപ്പോൾ ഒരു ടീം 3-4 പേര് ഒരു സംഭവങ്ങളൊക്കെ ഇട്ടൊക്കെ വന്നു. അങ്ങനെ വന്നിട്ട് ആദ്യം ബാക്കിലുള്ളത് വലിയ സെപ്റ്റിക് ടാങ്ക്, അത്
അപ്പം ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ഇത് നോക്കാം, ഇതാണ് ചെറുതെന്ന് പറഞ്ഞിട്ട് ഈ ഇവൻ്റെ വർക്ക്ഷോപ്പിനോട് ചേർന്നൊരു സെപ്റ്റി ടാങ്ക് ഉണ്ട്, ഒരു 3 മീറ്റർ 4 മീറ്ററൊക്കെ ഉള്ളു നീളം സംഭവം. അപ്പോൾ അത് ഒന്ന് നോക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്, ക്യാഷ്വലായിട്ടൊന്ന് പറഞ്ഞു അതൊന്ന് നോക്കുക, ഒന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞു. അവർ പിന്നെ ഇതിൻ്റെ മുകളിൽ 2 സ്ലാബ് വെച്ചിരിക്കുക നീളത്തിലുള്ള. ആ സ്ലാബ് 2 പേരിങ്ങനെ ഒരു ഇരുമ്പ് വെച്ചിട്ടിങ്ങനെ തിക്കിയിട്ടിങ്ങനെ കുത്തിരുമ്പ് വെച്ചിട്ട് സൈഡിലോട്ട് മാറ്റി അത്ഭുതം എന്ന് പറയട്ടെ, ഒരു നമ്മൾ കയ്യിൽ ഇങ്ങനെ പൊക്കി വെക്കില്ലേ, ഒരു വെളുത്ത എല്ലിൻ കഷ്ണം ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ നമ്മളിങ്ങനെ കാണട്ടെ എന്ന് കരുതിയിരിക്കുന്ന പോലെ ഈ എല്ലിൻ്റെ ഭാഗം പൊങ്ങിയിരിക്കുകയാണ്. അതിൽ കുറേ അഴുക്കൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ താഴത്ത് എന്തൊക്കെയോ കിടക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഇനി ഇത് പരിശോധിക്കണമെങ്കിൽ ഇത് ഭൂമിയിലെ അടിയിലുള്ള സംഭവം ആരുടെയോ ഇൻക്വസ്റ്റും പരിപാടിയൊക്കെ നടത്തണം. പിന്നെ ഞങ്ങൾ ഉടൻ തന്നെ അതിനുള്ള രേഖാമൂലമുള്ള ലെറ്ററുകളെല്ലാം ADM-നും പിന്നെ പോസ്റ്റ്മോർട്ടം ഫോറൻസിക്കും പിന്നെ സയൻറ്റിഫിക് എക്സ്പെർട്ട് അങ്ങനെ എല്ലാവർക്കും അന്ന് തന്നെ ലെറ്ററൊക്കെ കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഈവനിങ് ആയി, വൈകുന്നേരം സമയമാണ്. ആ സമയത്താണിത് ഇതൊക്കെ കളഞ്ഞ് പിന്നെ കുഴിയൊക്കെ കുഴിച്ചതിന് ശേഷമാണല്ലോ ഇത് നോക്കുന്നത്, ലാസ്റ്റ് പരിപാടി. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് എല്ലാവരും എത്തി നമ്മളിതിൻ്റെ പരിശോധന സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാം നമ്മൾ അക്കൗണ്ട് ആയിട്ട് വേണ്ട ചെയ്യാൻ എല്ലാം സംഭവങ്ങൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചാക്ക് അതൊന്നും അങ്ങനെ വലുതായിട്ട് കീറിപ്പോയിട്ടില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ അടിഭാഗമൊക്കെ അതുപോലെ ഉണ്ട്. ഷർട്ട് സജ്ജിയിട്ടിരിക്കുന്ന പച്ചയിൽ കളങ്ങളുള്ള ഷർട്ട് കുറച്ച് ഭാഗത്ത് കീറിയിട്ട് അതുപോലെ തന്നെ അത് ആരാണോ തയ്ച്ചത് അയാളുടെ ഷോപ്പിൻ്റെ പേരും മൊബൈൽ നമ്പരും അതിൻ്റെ ബാക്കിൽ. പിന്നെ ഈ സജ്ജി ധരിച്ചിരുന്ന കൊന്തമാല അതിൽ ഒരു ഡാമേജും ഇല്ല എന്നുള്ള, ഒരു മുത്ത് പോലും പോയിട്ടില്ല. അതുപടി നമുക്ക് ലഭിക്കുന്നു. പിന്നെ ബോഡിയുടെ കംപ്ലീറ്റ് പാർട്സ്, ഫോറൻസിക് സർജൻ എല്ലാവരും അവിടെ ഉണ്ടല്ലോ, ഫുൾ പാർട്സ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുക. അത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയിൽ 4 വലിയ ഷാർപ്പ് വെപ്പൺ കൊണ്ടുള്ള 4 വലിയ മുറിവുകളാണ് തലയൊട്ടി. അതിൽ 2 മുറിവുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നിട്ടൊരു ഭാഗം അടന്നുപോയി. അതിങ്ങനെ നമുക്കൊരു സ്ക്വയർ പോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 4 വെട്ട് തലയിൽ തന്നെയുണ്ട്. ഇത് നല്ല മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നുള്ളത്. ഇത്രയും പോസ്റ്റ്മോർട്ടം അവിടെ തന്നെ, പോസ്റ്റ്മോർട്ടമൊക്കെ അവിടെ തന്നെ, വേറെ ബോഡിയിൽ മാംസങ്ങളൊന്നുമില്ലല്ലോ, സ്കെൽറ്റൻ വേറെ ഒന്നുമില്ലല്ലോ, ഇത് മാത്രം സ്കെൽറ്റൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡോക്ടറുടെ ആ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഞങ്ങളെടുത്ത് ഈ മിസ്സിങ് ഞങ്ങൾ നേരെ 3 ആക്കി, മർഡറാക്കി. അതുവരെ മാൻ മിസ്സിങ് അല്ലേ, മാൻ മിസ്സിങ് മർഡർ കേസായിട്ട് മാറുന്നു. പിന്നെ നമ്മൾ ആരെയാണ് പിന്നെ ആ കേസിലേക്ക് അന്വേഷിക്കേണ്ടത്? ദിലീപിനെ അന്വേഷിക്കണം. ദിലീപ് ഉറ്റ സുഹൃത്താണ്. ദിലീപിനെ അന്വേഷിച്ച് ഞങ്ങൾ അന്ന് തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ ദിലീപിനെ അന്വേഷിച്ച് പോയി. അപ്പോൾ ദിലീപ് 2012 ഗൾഫിൽ പോയിട്ട് ഈ 15 വരെയും തിരിച്ചു വന്നിട്ടില്ല. സൗദി തന്നെയാണ്. അയാളുടെ ഭാര്യ ഇടയ്ക്ക് പോയിട്ട് വരുന്നുണ്ട്, ദിലീപ് വന്നില്ല. ഈ സ്കെൽറ്റൻ കെട്ടി പിറ്റേ ദിവസം അയാളുടെ അച്ഛൻ മരിച്ചു, ഒരാൾ വന്നില്ല. അപ്പോൾ നമ്മൾ 100% ഇത് ഇവൻ തന്നെയാണ് എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു. വരേണ്ടതല്ലേ, അച്ഛൻ മരിച്ച ആരും വരില്ല, അത് ആൾ വന്നിട്ട് വർഷങ്ങളായി. പിന്നെ ഞങ്ങൾ ചെയ്തത് വീട്ടിൽ പോയിട്ട് ചോദിച്ചു, സജ്ജി യുടെ സുഹൃത്ത് ദിലീപാണ്, ദിലീപിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. ബോഡി ഇട്ടിരിക്കുന്നത് അവരും TV-യിലൂടെ സംഭവങ്ങളൊക്കെ അറിഞ്ഞു. ബോഡി ഇട്ടിരിക്കുന്നത് ഈ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അവിടുന്ന് പോയെന്നാണ് അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ അടുത്ത് വന്നിട്ട് അവിടുന്ന് പോയി. പിന്നെ ഇത് ബോഡി എങ്ങനെ ഇവിടെ വന്നു എന്ന് ആദ്യം ചോദിക്കേണ്ട ദിലീപിനോടാണ്. ദിലീപ് എന്തായാലും വരാൻ പറയണമെന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യമൊന്നും പറഞ്ഞിട്ട് ആൾ വന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി റെയ്ഡൊക്കെ നടത്തി ഇവൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ കിട്ടാനൊക്കെ നോക്കി
അങ്ങനെ ഞങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി കിട്ടി. ഇവൻ്റെ പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ വർക്ക് ചെയ്യുന്ന കമ്പനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ മർഡർ കേസിലെ പ്രതിയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, നാളെ നാട്ടിലേക്ക് വിടണം, ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവർ കയറ്റി വിട്ടു. ഇവനെ അവിടെ കയറ്റി വിട്ടു എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞു. ഏതാണ് ഫ്ലൈറ്റ് എന്നുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞു. അതിൻ്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾ നേരെ രാത്രി എയർപോർട്ടിൽ പോയി. ഇറങ്ങി വരുമ്പോൾ വേറെ ഒന്നുമില്ല, ബാഗൊന്നുമില്ല, ഒരു പത്രം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇറങ്ങി വരുമ്പോൾ ഞാൻ അവനെ കൂട്ടി എടുത്തു, വണ്ടിയെ കയറ്റി അവിടുന്ന് എയർപോർട്ട് തൊട്ട് ഇങ്ങനെ ഇത് ചോദ്യം ചെയ്ത് വരികയാണ്. അമൃത് സാർ അവിടെ വന്നിരുന്നു. അതിനുശേഷം അവിടുന്ന് പോയി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ആ വണ്ടി സാർ വണ്ടി ഉണ്ടായിരുന്നു, വണ്ടി ബാറിൽ നിന്നല്ലേ കിട്ടിയത് എന്നൊക്കെ നമ്മളോട് അവനിങ്ങനെ പഠിപ്പിക്കുകയാണ്. ശരിയാണ്, വണ്ടി ബാറിൽ നിന്നാണ് കിട്ടിയത്. ഇവിടെ എന്താ ഉണ്ടായത് ഞങ്ങൾക്ക് അതാ അറിയേണ്ടത്. നിൻ്റെ വർക്ക്ഷോപ്പിൽ എന്ത് സംഭവിച്ചു? അവിടുന്ന് ബോഡി കിട്ടി. നീ നേരത്തെ പോലീസിനെതിരെ ഇവൻ ഒരുപാട് പ്രശ്നം, അവനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അവന് ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി പോലീസിനെതിരെ പരാതി കൊടുക്കലും ഹൈക്കോടതി പോകലും എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിനി അതൊന്നും കേൾക്കണ്ട. ഈ ബോഡി എങ്ങനെ നിൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്നു? നീ വാടകയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ വന്നു? അതിനുള്ള മറുപടി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എയർപോർട്ട് തൊട്ട് അവനെ വണ്ടിയിലിരുന്ന് ചോദ്യം ചെയ്ത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഹൈവേയിൽ അതിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ സാറൊന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി അവനെ യൂറിൻ വന്നു പറഞ്ഞു. ഞങ്ങൾ തയ്യാറെടുപ്പൊക്കെ കയ്യിൽ ഹാൻഡ് കഫൊക്കെ ഇട്ടാണ് ഇറക്കിയത്. യൂറിനൊക്കെ പോയി അവിടെ നിന്നുകൊണ്ട് അവൻ എന്നോട് അഡ്മിറ്റ് ചെയ്യണം. സാറ് ഞാനാണ് അവനെ കൊന്നത്. ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഞാനാണ് അവനെ കൊന്നത്. നീ എന്തിനാണ് അവനെ കൊന്നത്? അപ്പോൾ അവനവൻ്റെ പ്രാരാബ്ദങ്ങൾ പറയുകയാണ്. ഇവൻ്റെ ഇന്ന് 50,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 50,000 രൂപയ്ക്ക് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും പലിശ കൊടുത്തിട്ടിരിക്കുക. കുറേശ്ശെ ഒന്നിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വർക്ക്ഷോപ്പല്ലേ, ഒരുപാട് വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ ജീവിക്കാൻ ഞാൻ രണ്ടറ്റവും ഊട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാണ് സാർ. അപ്പോൾ ഇതിൻ്റെ പലിശ ഇതിനേക്കാൾ കൂടുതൽ കാശ് ഞാൻ കൊടുത്തു. ഇന്നലെ വന്നിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കി. അവനെ എന്നോട് പറഞ്ഞ് കാശില്ല, നിൻ്റെ ഭാര്യനെ തിന്നാൽ എന്ന് പറഞ്ഞു. പിന്നെ നീ എനിക്ക് കാശ് തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ കൺട്രോളും പോയി സാറേ. ഞാനുമായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, വീട്ടുകാരെ പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ അകത്തിരുന്ന വെട്ടുകത്തി കൊണ്ടുവന്നിട്ട് അവനിത് ഇത്രയും പറഞ്ഞിട്ട് ഇവരതിൻ്റെ ഇടയ്ക്ക് 2 പെഗ് അടിച്ചായിരുന്നു. ഇവൻ്റെ ഉണ്ടായിരുന്നു, വണ്ടിയിലുണ്ടായിരുന്നു. അത് അടിച്ച് സജ്ജി അടിച്ചു. മറ്റവനെ അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അടിച്ചില്ല. ഇവന് ഗംഭീര മഴ പെയ്യേ, നല്ല സാഹചര്യം, എല്ലാം കൊണ്ടും സാഹചര്യം. പിന്നത് കഴിഞ്ഞിട്ട് ഇവിടെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ തൊട്ടടുത്ത് സജ്ജി വന്നിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കിലിരുന്ന് 4 വെട്ട് തലക്കെട്ട് കത്തിക്കുകയാണ്. വലിയ വെട്ടുകത്തി, വർക്ക്ഷോപ്പിലുണ്ടായിരുന്നൊരു വെട്ടുകത്തി, 4 വെട്ട്. അവനൊരു ചെറിയ സൗണ്ട് ഉണ്ടാക്കി അവിടെ വീണു. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലിരുന്ന് ഈ മറ്റേ ചാക്ക്, വലിയ ചാക്ക്, ആ ചാക്ക് കൊണ്ടുവന്നിട്ട് ആ ജീവനോടുകൂടി അതിൻ്റെ തൊട്ടിട്ട്, മരിച്ചിട്ടില്ല, ജീവനോടുകൂടി അതിൻ്റെ അകത്ത് എടുത്തിട്ട് കെട്ടി. അത് നോക്കുമ്പോൾ കാണുന്ന ഈ സെപ്റ്റിക് ടാങ്കാണ്. അതിൻ്റെ അകത്തേക്ക് തള്ളിയിട്ട് ഈ സാധനം എടുത്ത് വെച്ചു. ലോക്കൽ പോലീസ് അതിൻ്റെ മുകളിൽ നിന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ സംഭവത്തിൻ്റെ ഇടയ്ക്ക്. ടാങ്കിൻ്റെ പൊക്കത്ത് നിന്നിട്ട് അവരിതൊക്കെ വീക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ താഴത്ത് ഇങ്ങനെ ഒരു മൃതദേഹമുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഞാനത് കഴിഞ്ഞിട്ട് ഇവനോട് ഞാൻ ചോദിച്ചു. അവനെ ഇതെല്ലാം അഡ്മിറ്റ് ചെയ്തു. നമ്മൾ അവനെല്ലാം കാണിച്ചു തന്നു. ബോഡി നമുക്ക് നേരത്തെ കിട്ടിപ്പോയല്ലോ. സാധാരണ കൺഫസ് ചെയ്തിട്ട് റിക്കവറിയാണ് ബോഡി വരിക. ഇതിപ്പോൾ ബോഡി നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം റിക്കവറി നടത്തി. പിന്നെ ഇത് പ്രതിയെ ഇതുമായിട്ടുള്ള കണക്ഷനാണ്. ശരിക്കും നമുക്ക് ഈ കേസിലേക്ക് അവൻ്റെ ഒരു കൺഫെഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന് ശേഷം ഒരിക്കൽ പോലും നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. ജോലി ചെയ്യും, ഓവർ ടൈം ജോലി ചെയ്യും. ആരെങ്കിലും പിടിക്കുമോ എന്നുള്ളൊരു ദൃശ്യം സിനിമ പോലെ. വീട്ടുകാർ ഇത് അറിയും, വീട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ. വീട്ടുകാരറിയുമോ? എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിരുന്നിട്ട്
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കും മണിക്കൂറുകൾ നേരം. ഉം. അത് പല പ്രാവശ്യം അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുമോ, പറഞ്ഞാൽ സമാധാനം കിട്ടുമോ. സാർ ഇന്നെനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്, ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു മനുഷ്യനായിട്ട് മാറി. അപ്പം എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രസവവേദന കഴിഞ്ഞിട്ട് ഒരു കുട്ടി ജനിക്കുന്ന ആ അമ്മയുടെ ഒരു സന്തോഷവും വേദനയും ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സജ്ജിയിലൂടെ കണ്ട് ഞാൻ എൻ്റെ ഈ കാല് മുഴുവൻ എൻ്റെ കണ്ണുനീരായിരുന്നു. എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് 5 വർഷം ഒളിപ്പിച്ച് 5 വർഷം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ആ രഹസ്യം തുറന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവൻ്റെ ആ ഒരു വേദനയും വികാരവുമാണ് നമ്മളത് കണ്ടത്. പക്ഷെ ഞങ്ങളിതിലേക്ക് പ്രേരിപ്പിച്ചത് സജിയുടെ വൈഫിൻ്റെ ആ ഒരു ഒറ്റ ഡയലോഗാണ്, സജിക്ക് എന്തെങ്കിലും. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് തോന്നുകയാണ്, സജിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. കാരണം ഇതുകൊണ്ടുള്ള ഗുണമാർക്കാണ്, ഇവനാണ്. ഇവൻ്റെയിലും കാശുണ്ട്. ഇവൻ്റെ 50,000 ആണോ 5 ലക്ഷം ആണോന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവനിൽ എന്തോ ഒരു വലിയ എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അന്ന് അവനത് ചോദിക്കാൻ പോവില്ല. ഞായറാഴ്ച ഇവൻ ഒരാളുടെ അടുത്തും പോവില്ല, സജി ഒരാളുടെ അടുത്തും പോകാറില്ല. പക്ഷെ അന്ന് അവനവിടെ പോകണമെന്ന് തോന്നി. പക്ഷെ ഒരു പക്ഷേ ആ മഴ അന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സംഭവിക്കില്ല. ഫ്രണ്ടിൽ റോഡാണ്, 3 മീറ്ററിനപ്പുറത്തെ റോഡാണ്, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ നല്ലൊരു സാഹചര്യം, മതിലുണ്ട്, ഒരു 3 അടി ഹൈറ്റിൽ മതിലുണ്ട്. അപ്പം നല്ലൊരു സാഹചര്യം കിട്ടി. അവൻ്റെ ഉള്ളിലെ ആ കൊലയാളി ഉണർന്നു, അവിടെ ആ മർഡർ സംഭവിച്ചെന്നുള്ളതാണ്. അപ്പം അതും എന്നെ സംബന്ധിച്ച് വളരെ ചാരിതാർത്ഥ്യമുള്ളൊരു കേസാണ്. 5 വർഷത്തിന് ശേഷം തെളിയിക്കപ്പെട്ട കേസുകളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു കേസ് കൂടിയാണത്. സജിയുടെ തിരോധാനം അവസാനം മർഡർ കേസായിട്ട് മാറി എന്നുള്ളത്. അത് സജിയുടെ വീട്ടുകാർ, സജിയുടെ ചേച്ചി ഡെയ്സി ചേച്ചി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞൂടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് അവർ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു സജിയുടെ ചേച്ചി. പിന്നെ ഞങ്ങൾ അവരുടെ അച്ഛനെ അമ്മയും കാണാൻ പോയി. അവിടെ മാന്നാമംഗലത്താണ്. അച്ഛന് 80 വയസ്സോളം ഉണ്ട്, ജോണ്. അമ്മയുണ്ട്. അപ്പോൾ ആ അച്ഛൻ്റെ ഒരു കണ്ണീര്, മൂത്ത മകൻ തിരിച്ച് വരുമെന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഇയാൾ കൊല്ലപ്പെട്ടെന്നുള്ള ഒരറിവ്. അച്ഛൻ പറയുന്നത് കാണാതാകുന്നതിന് 3 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് ഈ ഒരു മാസത്തേക്ക് വേണ്ട മുഴുവൻ സാധനവും ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ട് പോയ മോനാണ്. അവൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചിലപ്പോൾ വല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ കണ്ടായിട്ട് പോയിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഒരച്ഛനും അമ്മയും. ഇവിടുത്തെ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുത്ത ഷർട്ടുണ്ടല്ലോ, ഷർട്ട്, കൊന്ത, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. ഈ സാധനം കാണിക്കാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു പിറ്റേ ദിവസം, ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത്. ഈ 5 ദിവസം സെപ്റ്റിക് ടാങ്കിൽ കിടന്ന സാധനം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊണ്ടുപോയി. ഈ ഷർട്ട് കണ്ടതും ഭാര്യ അത് വാങ്ങിച്ചിങ്ങനെ മുഖത്തോട് ചേർത്ത് പിടിച്ച് ആ ഒരു പിള്ളേരും ചേർത്ത് പിടിച്ചുള്ളൊരു കരച്ചിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് പോവില്ലത്. ആ ഒരു അത്ര വൈകാരികമായ ഒരു നിമിഷം. അവർക്കപ്പോൾ ഇതൊരു 5 വർഷം സെപ്റ്റിക് ടാങ്കിൽ കിടന്ന ഒരു ഷർട്ടാണെന്നോ ഈ കൊന്ത അവരുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരു അടയാളമാണ് ഇത് എന്നുള്ള ഒരു സംഭവം. പിന്നെ അതുകൂടാതെ ഇവിടെ സ്റ്റീലിട്ടിരുന്നു, ഒരു ആക്സിഡൻ്റ് ആയിട്ട് സ്റ്റീലിട്ടിരുന്നു, അത് കാലിൽ സ്റ്റീലിട്ടിരുന്നു. ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് സൂപ്പർ ഇമ്പോസിഷനും DNA ഒക്കെ നടത്തി പിന്നീട് അത് സജി തന്നെയാണെന്ന് ശാസ്ത്രീയമായി നമ്മൾ അത് തെളിയിച്ചിരുന്നു. പിന്നീട് ശിക്ഷ കിട്ടി ദിലീപിൻ്റെ. പിന്നെ അത് നടക്കുന്നേയുള്ളത് സംഭവം. നമ്മൾ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അത് കഴിഞ്ഞ് എത്രയോ സ്ഥലങ്ങൾ. അത് 2015 പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി എനിക്ക് തോന്നുന്നു DYSP 9 സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്ന് വന്നു. ഇതാണ് ആ കേസിൻ്റെ ഒരു സംഭവം.